പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേറെ വൈറലായിട്ടുള്ള ഇഡലിത്തട്ട് പാസ്ത അല്ലെങ്കിൽ സ്റ്റീംഡ് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അപാര ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം സ്റ്റീമറിലോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് പാസ്ത, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഇഡലിയുടെ തട്ട് വെച്ച് കൊടുത്തിട്ട് ആദ്യം ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത തട്ട് വെച്ച് കൊടുത്തിട്ട് 1 തക്കാളി, 1 സവാള, 3-4 വറ്റൽമുളക്, അതുപോലെ 10 കാഷ്യൂ നട്ട്സും, അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി കൂടി തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതുകൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സ്റ്റീമർ ഒന്ന് അടച്ച് വെച്ച് 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂട് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പാസ്തയൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സി ജാറിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച മുളക്, അതുപോലെ സവാള, കാഷ്യൂ നട്ട്സ്, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കണം. തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു കടായിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കന് ഇതിൻ്റെ കൂടെ അരച്ചിട്ടില്ല, ചിക്കന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് പാസ്ത ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി പാസ്ത ഇതിലോട്ട് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു പാസ്തയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി നമുക്കിനി പാകത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഉണക്കമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കണേ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ കൂടി കൈവച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി മുകളിലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. പക്ഷേ നല്ല മഴയും അതുപോലെ വെള്ളമൊക്കെ കയറുന്നത് കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയതാണ്. അങ്ങനെ നമ്മുടെ ഏറെ വൈറലായിട്ടുള്ള സ്റ്റീംഡ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്